ഹായ് സൈലം പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ഒരു ഡിഗ്രി ലെവൽ മലയാള പരീക്ഷ കടുപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 10th മെയിൻസിൻ്റെ മലയാളം കടുപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 10 ചോദ്യങ്ങൾ കിട്ടിയാൽ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും. ആ ലെവലിലുള്ള 20 ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രയാസകരമാണ്. ശൈലി രൂപത്തിൽ പറഞ്ഞാൽ കരുണീ പ്രസവം പോലെയുള്ള 20 ചോദ്യങ്ങൾ. കാരണം നമുക്കറിയാം, എപ്പോഴും സൂകര പ്രസവം പോലെയുള്ള, അതായത് എളുപ്പത്തിൽ നടക്കുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കരുണീ പ്രസവം, പെടിയാനയുടെ പ്രസവം പോലെ വളരെ ദുർലഭമായി, വളരെ പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിൽ കൂടി കടന്നുപോയാലേ മലയാളം എന്ന 10 മാർക്ക് ലഭ്യമാക്കാവുന്ന പരീക്ഷയിൽ നമുക്ക് 10ൽ 10 സ്കോർ ചെയ്യാനാവുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം കാണുമ്പോൾ കുറച്ച് വിഷമം തോന്നാം, കാരണം നമ്മൾ പ്രതീക്ഷിക്കണ പോലല്ല, കുറച്ച് പാടൊക്കെയുള്ള ചോദ്യമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പദമേത്? തഥാഗതൻ, 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 തഥാഗതൻ. യെസ്, ഇവിടെ എന്താണ് തഥാഗതൻ എന്ന് നമുക്ക് അറിയണ്ടേ? യെസ്, മോക്ഷം കിട്ടിയവനെയാണ് നമ്മൾ എന്തു പറയുന്നത്? മോക്ഷപ്രാപ്തി നേടിയവൻ, മോക്ഷം ലഭിച്ചവൻ. എന്താണ്? മോക്ഷം ലഭിച്ചവനെയാണ് തഥാഗതൻ എന്ന് പറയുന്നത്. യെസ്, മോക്ഷം ലഭിച്ചവൻ. യെസ്, മോക്ഷം. 1 മിനിറ്റ്, ഇപ്പൊ എഴുതിത്തരാം. യെസ്, മോക്ഷം ലഭിച്ചവൻ എന്നാണ് അർത്ഥം. മോക്ഷം ലഭിച്ചവൻ എന്നാണ് തഥാഗതൻ എന്ന പദത്തിന്റെ അർത്ഥം. മോക്ഷം പ്രാപിച്ചവനെന്നോ ഗൗതമ ബുദ്ധനെന്നോ പറയാം. ഓപ്ഷൻ എ ആണ് ആൻസർ. യെസ്, ഒന്നുകിൽ മോക്ഷം പ്രാപിച്ചവൻ ഓർ ഗൗതമ ബുദ്ധൻ. ഗൗതമ ബുദ്ധൻ, ഗൗതമ ബുദ്ധനെന്നോ അല്ലെങ്കിൽ മോക്ഷം പ്രാപിച്ചവനെന്നോ ഒക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ് തഥാഗതൻ. മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്നവൻ അല്ലേ, പക്ഷെ മോക്ഷം ലഭിച്ചവനെ തഥാഗതൻ എന്ന് പറയും. ഗൗതമ ബുദ്ധനെയും തഥാഗതൻ എന്ന് പറയാറുണ്ട്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം എന്താണ്? ഡെമി ഒഫീഷ്യൽ ലെറ്റർ, അനൗദ്യോഗിക കത്ത്, ഔദ്യോഗിക കത്ത്, അർദ്ധ ഔദ്യോഗിക കത്ത്, ഔദ്യോഗിക നടപടി കത്ത്. പൂർണ്ണമായും ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒഫീഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെ പൂർണ്ണമായും ഒഫീഷ്യൽ അല്ലാതിരിക്കുന്ന ലെറ്ററിനെ നമ്മൾ പറയുന്നതാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ അഥവാ അർദ്ധ ഔദ്യോഗിക കത്ത്. ഓക്കെ അല്ലേ? യെസ്, അർദ്ധ ഔദ്യോഗിക കത്ത്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ. യെസ്, വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദമേത്? നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. വ്യാകൃതി, വ്യാഘോഷം, വ്യാകൂതി, വ്യാക്രോശം. കേട്ടിട്ടേ ഇല്ലാത്തതാണ്. അപ്പം നമുക്ക് നോക്കാം. 83 ആൻസർ വരുന്നത് എന്താണ്? വ്യാഘോഷമാണ്. വ്യാഘോഷം എന്നാൽ വിശേഷേണ വിടർന്നത്, വിശേഷമായി വിടർന്നത്, ഭംഗിയുള്ള വിടർന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ അല്ലേ? അപ്പം 83 ബി, വ്യാഘോഷം, വിശേഷേണ വിടർന്നത്. 84ലേക്ക് വരാം. ചീവീടിന്റെ പര്യായ പദം എഴുതുക. ഗ്രാഹം. ഗ്രാഹം എന്താണ്? ഗ്രാഹം ഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു അർത്ഥം പറയാം നമുക്ക്. ഗ്രാഹം. ചർവണ, ചർവണ. ഗ്രാഹം കഴിഞ്ഞ് എന്താണ്? ചർവണ, ചർവണ. ചില്ലിക, നഖാശി. യെസ്, അപ്പൊ നോക്കൂ, നമുക്ക് എന്താണ് ചില്ലിക? ചീവീട്, ചില്ലിക, ചില്ലിക. ചില്ലിക എന്താണ്? ചീവീട് എന്നുള്ള അർത്ഥം. ഓക്കെ, യെസ്. അപ്പോ ചീവീടിനെ ചില്ലിക എന്ന് പറയും. ഓക്കെ, ഒരു മിനിറ്റ്. ഗ്രാഹം, ഗ്രഹിക്കാവുന്നത് എന്നുള്ള അർത്ഥം അല്ലാതെ മറ്റെന്തെങ്കിലും അർത്ഥം ഗ്രാഹത്തിന് പറയാൻ പറ്റുമോ? ഗ്രാഹം, യെസ്, നോക്കട്ടെ. ഗ്രാഹം,
ഇല്ല, ഗ്രാഹം ഗ്രഹിക്കത്തക്കത് എന്നുള്ള ഒരു അർത്ഥം ഒരു ജീവജാലത്തിന്റെ പേരിലേക്ക് വരുന്നില്ല. അപ്പൊ ചില്ലിക, ചീവീടില്ലേ, ചീവീട്, ചിൽ 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 എന്ന് ശബ്ദമുണ്ടാക്കുന്ന ചില്ലിക എന്ന് കൊടുത്താൽ മതി. ഇനി സൈരന്ധ്രി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൈരന്ധ്രി എന്താണ്? സൈരന്ധ്രി എന്നാൽ അണിയിച്ചൊരുക്കുന്നവളാണോ, സിന്ധുദേശത്തുള്ളവളാണോ, ഇന്ദ്രിയജ്ഞാനമുള്ളവളാണോ, അണിഞ്ഞൊരുങ്ങിയവളാണോ? അണിയിച്ചൊരുക്കുന്നവൾ, ബ്യൂട്ടീഷ്യനെയൊക്കെ നമുക്ക് പറയാം സൈരന്ധ്രി. അപ്പൊ ബ്യൂട്ടീഷ്യനല്ലേ എല്ലാരെയും അണിയിച്ചൊരുക്കി സുന്ദരിയാക്കുന്നത്. അപ്പൊ ബ്യൂട്ടീഷ്യനെ നമുക്ക് സൈരന്ധ്രി എന്ന് പറഞ്ഞൂടെ? യെസ്. അപ്പൊ സൈരന്ധ്രി, ചില ബ്യൂട്ടി പാർലറിന്റെ പേരും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സൈരന്ധ്രി ബ്യൂട്ടി പാർലർ, അണിയിച്ചൊരുക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഓർത്താൽ മതി. അണിയിച്ചൊരുക്കുന്നവൾ, ഭംഗിയായി ഒരുക്കി എടുക്കുന്നവളെ പറയുന്ന പേരാണ് സൈരന്ധ്രി, അണിയിച്ചൊരുക്കുന്നവൾ. ഇനി നോക്കണേ, പ്രാക്തനം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? പ്രാക്തനം എന്നാൽ വളരെ വളരെ പഴയത് എന്നുള്ള അർത്ഥമാണ്. യെസ്, നമ്മൾ വിചാരിക്കും പുരാതനം എന്നല്ലേ. പുരാതനമാണെങ്കിൽ നമുക്ക് എന്തു പറയാം? പുരാതനം. യെസ്, നവീനം പറയാം, അല്ലെങ്കിൽ ആധുനികവും പറയാം. ഇത് രണ്ടും നമുക്ക് പുരാതനത്തിന് പറയാം. ഇനി പ്രാചീനമാണ് ചോദിക്കുന്നതെങ്കിലോ? പ്രാചീനമാണെങ്കിൽ അർവാചീനം. പ്രാചീനം അർവാചീനം. പുരാതനമാണെങ്കിൽ ആധുനികമെന്നോ നവീനമെന്നോ പറയാം. പക്ഷെ പ്രാക്തനം വളരെ വളരെ പഴയത്, അതിൻ്റെ നേരെ വിപരീതം അധുനാതനം. അധുനാതനം ഏറ്റവും ആധുനികമായിട്ടുള്ളത്, ഏറ്റവും പുതിയത് എന്നൊക്കെയുള്ള അർത്ഥം. ഏറ്റവും പുതിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അധുനാതനം. വളരെ പുതിയത്, ഏറ്റവും പുതിയത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് അധുനാതനം, ഏറ്റവും പഴയത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് പ്രാക്തനം. മണലുകൊണ്ട് കയറ് പിരിക്കുക എന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് അധുനാതനം ആൻസറാക്കാം. ഇവിടെ ചില്ലിക, ഇവിടെ അണിയിച്ചൊരുക്കുന്നവൾ, വ്യാഘോഷം. യെസ്. പിന്നെയോ തഥാഗതൻ, അർത്ഥ ഔദ്യോഗിക കത്ത്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ. യെസ്. ഇനി നോക്കണേ, മണലുകൊണ്ട് കയറ് പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കഠിനമായ പരിശ്രമത്തിലൂടെ എന്തും നേടാം, ദുർബലമായവ കൊണ്ട് ഉറച്ചവ ഉണ്ടാക്കുക, ഉപയോഗപ്രദമായ കാര്യം ചെയ്യുക, വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക. അപ്പം മണലുകൊണ്ട് കയറ് പിരിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്ത പ്രവൃത്തിയാണ്. മണലുകൊണ്ട് കയറ് പിരിക്കാനാകുമോ? ഇല്ല. യെസ്, അത് ചകിരി കൊണ്ടാണ് കയറ് പിരിക്കുന്നത് അല്ലേ, മണൽ കൊണ്ട് കയറ് പിരിക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു വിഡ്ഢിത്ത പ്രവൃത്തിയായി പോയി, മണൽ കൊണ്ട് കയറ് പിരിക്കുന്നത് പോലെ ആയിപ്പോയി, വെറും വിഡ്ഢിത്ത പ്രവൃത്തി എന്നുള്ള അർത്ഥം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗമേത്? 88ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം പുരാതന കവിത്രയങ്ങൾ, പുരാതന കവിത്രയം, പുരാതനരായ കവിത്രയങ്ങൾ, പുരാതന കവിത്രേയം എന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ത്രയം എന്ന് പറഞ്ഞാൽ തന്നെ 3 എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമുക്ക് ബഹുവചനം അവിടെ ആവശ്യമില്ല. പുരാതന കവിത്രയം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പുരാതന കവിത്രയം. The spirit is willing ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാളാർത്ഥം എന്ത്? ക്ഷീണിതമായ ശരീരത്തിൽ നിന്നും ദുർബലമായ ചിന്തകളെ ഉണ്ടാകൂ. ക്ഷീണിതമായ ശരീരം ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. ദുർബലമായ ശരീരമായതിനാൽ മനസ്സും ദുർബലമാകുന്നു. നോക്കാം 89 എന്താണെന്ന്. പക്ഷെ ഇതൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നമുക്ക് മീനിങ് കിട്ടും. ലോജിക് വൈസ് ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അല്ലേ. ദ സ്പിരിറ്റ് ഈസ് വില്ലിങ്, ആത്മാവ് തയ്യാറാണ് എന്തും ചെയ്യാൻ. ബട്ട് ഫ്ലഷ് ഈസ് വീക്ക്, പക്ഷേ ശരീരം
അനുവദിക്കുന്നില്ല. നമ്മൾ പറയില്ലേ കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല എന്ന്, ചിലപ്പോൾ അല്ല മനസ്സെത്തുന്നിടത്ത് കണ്ണെത്തുന്നില്ല എന്ന് പറയും അല്ലേ. യെസ്, അതായത് അല്ലെങ്കിൽ മനസ്സെത്തുന്നിടത്ത് കൈയെത്തുന്നില്ല എന്നൊക്കെ പറയും. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ടയേർഡ്. നിങ്ങളിങ്ങനെയല്ലേ മക്കളെ ഇപ്പം രാവിലെയൊക്കെ തൊട്ട് കുഞ്ഞു മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് ടെൻഷൻ അടിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി പിന്നെ ഒന്ന് രാത്രി പഠിക്കാനായിട്ട് ഇരിക്കണ സമയം ഭയങ്കരമായിട്ട് ടയേർഡാവും അല്ലേ. ബുക്ക് എടുക്കുമ്പോൾ തന്നെ അങ്ങ് ഉറക്കം വന്നു പോകും. പക്ഷെ മനസ്സിലാണെങ്കിലോ ഭയങ്കര അഭിമാനിച്ച 2025 ഈ ജോലി പിടിക്കണമെന്നുള്ള ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട്. ബട്ട് ആരോഗ്യം അനുവദിക്കുന്നുമില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് മൈൻഡ് ഈസ് വില്ലിങ് ബട്ട് ഫ്ലഷ് ഈസ് വീക്ക്. നമ്മളെ ശരീരം ഭയങ്കര വീക്കാണ്. അപ്പോൾ നമുക്ക് സി തന്നെ കൊടുക്കാം. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ മക്കളുടെ അവസ്ഥ അതാണ്. പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാകും, പഠിക്കാൻ ബുക്കൊക്കെ എടുത്ത് വെച്ച് തുടങ്ങി വയ്ക്കുമ്പോഴേക്കും ഉറക്കം വരികയോ തലവേദന എടുക്കുകയോ ഒക്കെ ചെയ്യും അല്ലേ. അതെന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, ക്ലാസ്സുകൾ കാണുന്നു, വീട്ടുജോലി അത്രയും ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം എല്ലാം നോക്കുന്നു, ഹ്യൂജ് സ്ട്രഗിൾ. അതുപോലെ നമ്മൾ ആൺമക്കളാണെങ്കിലും അങ്ങനെ തന്നെ അത്യാവശ്യം ജോലിക്കൊക്കെ പോകും, ഫിനാൻഷ്യൽ കൂടി വേണ്ടേ. അപ്പോൾ അത്യാവശ്യം ജോലിക്കൊക്കെ പോയിട്ട് വന്ന് പിന്നെയും ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഉറക്കം വരും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, ദ സ്പിരിറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ആഗ്രഹം വളരെയേറെ ഉണ്ട്, പക്ഷെ ശരീരം അതിന് അനുവദിക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് പഠിച്ചാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയും. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മയുടെ വാത്സല്യം മക്കൾക്ക് ആവശ്യമാണ്. ശരിയല്ലേ? ശരിയാണല്ലേ? അമ്മ ഉണ്ടെങ്കിൽ ഭൂമിയിൽ നമ്മൾ പകുതിയും നേടിയെന്ന് നമുക്ക് പറയാം. നമ്മൾ അമ്മ ഉണ്ടെങ്കിൽ ഒരു ബലമാണ്, അമ്മ ഇല്ലെങ്കിലോ ആ ലോകം തന്നെ ശൂന്യമായി പോകും. വേറെ ആരൊക്കെ ചുറ്റിനും ഉണ്ടെങ്കിലും അമ്മയില്ലാത്ത ലോകം, അമ്മയില്ലാത്ത വീട്, അമ്മയില്ലാത്ത ചിന്ത, ഇതെല്ലാം നമ്മളെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മളത് ആ ഒരു അവസ്ഥയായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അമ്മ ഇല്ലാത്തവരല്ലേ, അവർ ചിന്തിക്കും എന്താണ്, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന നോവലിൽ പറയുന്നത് പോലെ മരണം കവർന്നെടുത്താൽ ഒന്നും ചെയ്യാനാവില്ലല്ലോ. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു തിരയുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. ഈ ലോകത്തിൻ്റെ ചാംക്രമണ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു ചാക്രിക സ്വഭാവമുണ്ട് അല്ലേ. അതിലിങ്ങനെ ജനന മരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് സത്യത്തെ അംഗീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു അവസ്ഥയുമായി താതാത്മ്യപ്പെടുന്നത്. ഞാനിപ്പോൾ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോണ്ടല്ലോ, ഓഫ്ലൈൻ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ പാട്ട് പാടും, അമ്മ മനസ്സ് തങ്ക മനസ്സ്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. കാരണം അമ്മയില്ലാത്ത വിഷമം, അമ്മയില്ലാത്ത ശൂന്യതയൊക്കെ അറിയുന്ന ആളാണ് ഞാൻ. അപ്പോൾ ശരിക്കും ഒരു കുട്ടിക്ക് വളരണമെങ്കിൽ ഇപ്പം ഞാനും വിചാരിക്കും നല്ലതല്ലേ ക്ലാസ്സിലൊരു അമ്മ വൈബോട് കൂടി നമ്മൾ നിൽക്കുമ്പോൾ. ഞാൻ കളിയൊക്കെ പറയും നിങ്ങൾ എന്നെ തള്ള വൈബാക്കിയെന്നൊക്കെ, പക്ഷേ അമ്മ വൈബോട് കൂടി ക്ലാസ്സിൽ നിൽക്കുമ്പോൾ കുട്ടികൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് എനിക്കും തോന്നും. അമ്മ വീട്ടിലുണ്ടാവും, സ്നേഹമയ്യായി അമ്മ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു 5 hours അമ്മയുടെ അടുത്തിരുന്ന് പഠിക്കുന്ന ഒരു സന്തോഷം, സുഖം, ആ ഒരു ധൈര്യം, ഓത്തോടെയൊക്കെ പഠിക്കും. മിക്കവാറും കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും. സോ ഒരു അമ്മയുടെ വാത്സല്യത്തോടൊപ്പം പഠിപ്പിച്ചാൽ ചിലപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ പെട്ടെന്ന് മൈൻഡിൽ സെറ്റാവും. അങ്ങനെ എനിക്കത് ഭയങ്കര ഒരു വിശ്വാസമാണ്. അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചാൽ പെട്ടെന്ന് ക്ലിയർ ആവുമെന്ന്. അതെ, പെട്ടെന്ന് മനസ്സിലാവും. ആ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മ പറഞ്ഞു തന്നത് എന്നൊരു തോന്നൽ വരും. പണ്ട് നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അമ്മ ഉരുവിട്ട് പഠിപ്പിച്ച് പോകത്തില്ലേ, ഫുള്ളൊക്കെ വാങ്ങിയിട്ട് വരൂലേ, അതുപോലെ ഒരു അന്ധവിശ്വാസമായിരിക്കും. എന്നാലും അങ്ങനെ ഒരു ചൊല്ലുകൂടിയുണ്ട്, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മയുടെ വാത്സല്യമാകുന്ന പാല് കിട്ടിയാൽ കോൺഫിഡൻ്റ് ആവും കുട്ടിക്ക് അല്ലേ. കുട്ടി ധൈര്യമുള്ളവനായി തീരും. അതുകൊണ്ടാണ് അമ്മ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്നൊക്കെ പറയുന്നത്, പോരാളി അമ്മ എന്നൊക്കെ. കാരണം അമ്മ പകർന്നു കൊടുക്കുന്ന ശക്തി, അമ്മ പകർന്നു കൊടുക്കുന്ന വാത്സല്യം എല്ലാം കുട്ടിയിൽ ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ദുഃഖം പാല്, ദുഃഖം എന്താണ്? പാല്. യെസ്. പിന്നെന്താ? പയസ് എന്നും പറയും. പയസ് പാല് തന്നെ. ക്ഷീരം എന്താണ്? ക്ഷീരവും പാല് തന്നെ. അപ്പോൾ ദുഃഖം, പയസ്, ക്ഷീരം ഒക്കെ പാല് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? യെസ്. അപ്പോൾ നോക്കാം നമുക്ക്.
മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. പയസ്സാണ്. 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പയസ്സാണ്. 91 താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ സ്ത്രീലിംഗ രൂപമേതാ? വിദേശി, വിദ്വേഷി, വിദുഷി, വിദ്യാർത്ഥി. വിദേശി ആണിനെയും പെണ്ണിനെയും, വിദേശിനി എന്ന് പെണ്ണിനെ നമുക്ക് വേണമെങ്കിൽ പറയാം, എങ്കിലും വിദേശത്ത് വസിക്കുന്നവനോ വസിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിദേശി പ്രയോഗിക്കും. വിദ്വേഷി വിദ്വേഷമുള്ളവൻ, വിദ്വേഷി. വിദുഷി വിദ്യാർത്ഥി ആണാണല്ലേ, അപ്പൊ ഇവിടെ നമുക്ക് വിദുഷി പറയാം. അതായത് വിദ്വാൻ എന്ന പുല്ലിംഗ പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണെന്ത്? വിദുഷി. ഇനി നോക്കണേ, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തൺ പ്ലസ് താർ. 92ാമത്തെ ചോദ്യം എന്താണ്? തൺ പ്ലസ് താർ ആണ് തണ്ടാർ. തൺ താർ തണ്ടാർ. യെസ്. കൺ തു കണ്ടു. കൺ പ്ലസ് തു എന്താവും? കണ്ടു, കണ്ടു. യെസ്. അടുത്ത് അബ്ജദളാക്ഷൻ ഘടകപദമാക്കുക. അബ്ജം. അബ്ജം താമര. അബ്ജം എന്താണ്? താമരയാണ്. അബ്ജം താമര എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ അബ്ജത്തിന്റെ ദളത്തോടു കൂടി അക്ഷമുള്ളവൻ, ആരുടെയോ കണ്ണിന് താമര ഇതളിന്റെ ഷേപ്പ് ഇതാണ്ട് ഇങ്ങനെ, അത് തന്നെ ഇങ്ങനെയല്ലേ താമര ഇതളാണല്ലോ. അപ്പൊ താമരയുടെ ഇതളിന്റെ ഷേപ്പുള്ള കണ്ണുള്ളവൻ, അബ്ജത്തിന്റെ അക്ഷിയുള്ളവൻ, അബ്ജദളമാകുന്ന അക്ഷിയുള്ളവൻ, അബ്ജം പോലെയുള്ള അക്ഷിയുള്ളവൻ, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. ഒന്ന് ലോജിക്ക് പ്രയോഗിച്ചാൽ തന്നെ കിട്ടും ഡി ആണല്ലേ. അബ്ജദളം, താമര ഇതള്, ദളം ഇതൾ, ദളം ഇതൾ, ദലം ദലം ഇല, ദലം ഇല, ദളം ഇതൾ. ഒരു ദളം മാത്രം വിടന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? ദളം ഇതളാണ്, ഇതള്. 94 ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? ആയം നോക്കി വ്യയം, വരവ് നോക്കി ചെലവാക്കണം. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും, പയ്യെ തിന്നാൽ പനയും തിന്നാം, നാക്ക് നന്നെങ്കിൽ നാടടക്കാം. സംസാരം നല്ലതാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് നാട് പോലും നമ്മളോടൊപ്പം നാടടക്കി നിർത്താനായിട്ട് സാധിക്കും. പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ആയം നോക്കി വ്യയം, വരവ് നോക്കി മാത്രം ചെലവാക്കുക. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. കാറ്റ് നല്ലതാണെങ്കിൽ കല്ലും, കാറ്റ് നന്നെങ്കിൽ കല്ല് വേണമെങ്കിലും പറക്കും അല്ലേ. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം. എൻഡോസ്മെന്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏതാണ്? എൻഡോസ്മെന്റ് നടപടിക്കുറിപ്പ്, സാക്ഷ്യപത്രം, മേലെഴുത്തോ, നിവേദനം. മേലെഴുത്തോ. ചെക്കിന്റെയും മറ്റും പുറത്തില്ലേ, ചെക്കിന്റെയൊക്കെ മറ്റേ പുറത്ത്, ചെക്കിന്റെ പുറത്ത് എഴുതുന്ന സൈനൊക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ മേലെഴുത്തോ എന്ന് പറയുന്നത്. എൻഡോസ്മെന്റ്. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭകരൗഷധങ്ങൾ താൻ. യെസ്. അടിവരയിട്ട പദത്തിന്, അതായത് അർഭകർക്ക് പകരം പറയാവുന്ന പദം ഏത്? നരജീവിതമായ വേദനയ്ക്കൊരു അർഭക ഔഷധങ്ങൾ താൻ. നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലെ വേദനകൾ, അതായത് മനുഷ്യ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മറക്കാൻ കാരണമാകുന്നത് പലപ്പോഴും കുട്ടികളായിരിക്കും. അർഭകർ, കുട്ടികൾ. അർഭകരെന്താണ്? കുട്ടികളാണ്. സന്യാസികളല്ല, വൈദ്യന്മാരല്ല, ഗുരുക്കന്മാരുമല്ല. അപ്പൊ മട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ തേനെന്നോ മരുന്നെന്നോ ഒക്കെ പറയാം. ഓക്കെ. യെസ്. ഔഷധമാണ് മരുന്ന്. മട്ടർഭകം, തേനാകുന്ന കുട്ടികൾ എന്നുള്ള അർത്ഥം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? അപ്പൊ 96 എന്തായിരുന്നു? എ ആയിരുന്നു. 97 താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം. ചില പരിപാടികൾ വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുക എന്നതൊരു തന്ത്രമാണ്. വീണ്ടും അത് തെറ്റല്ലേ? പെട്ടെന്നുണ്ടായ ആകസ്മികം, പെട്ടെന്നുണ്ടാകുന്നതാണല്ലോ ആകസ്മികം. ഓരോരോ മാസം തോറും 500 രൂപ വീതം കൊടുക്കണം. മാസം തോറും 500 രൂപ വീതം. അതും രണ്ടും ഓരോ മാസത്തിലും ചെയ്യണമെന്നുള്ള അർത്ഥത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അവിടെ എത്തിച്ചേരുന്നു. കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. യെസ്. കല തന്നെ ജീവിതം അല്ലെ, അങ്ങനെ എന്തോ അല്ലേ, കല തന്നെ. കുട്ടിക്കൃഷ്ണമാരാരുടെ? യെസ്,
കല തന്നെ ജീവിതം, അത് തന്നെ തോന്നുന്നു. യെസ്, അതിനകത്താണ് കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചന പദമേത്? അലിംഗ ബഹുവചനം സ്വാമികൾ, പൂജക ബഹുവചനം വൃദ്ധന്മാർ ആണുങ്ങളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. സലിംഗം, പുസ്തകങ്ങൾ നപുംസകലിംഗമാണല്ലോ. ആണും പെണ്ണും തിരിച്ചറിയാൻ കഴിയാത്തത് നപുംസകം. നപുംസകലിംഗം എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതാ എന്തായി? സലിംഗമായി. അഭിഭാഷകർ ബി ആയിരുന്നു ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദമേത്? മൃച്ഛകടികം, അടിമത്തം, ക്രിയാപദം, അധപതനം. അധപതനമാണ് തെറ്റ്. കാരണം അധപതനം എന്ന വിസർഗ ചിഹ്നം കൂടി വേണം. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഡി ആയിരുന്നു. ശരിയായ പദച്ചേർച്ച ഏതാ? എരുതി. എരി അധികം തീ, എരുതി അല്ലേ? യെസ്. ആ അധികം അന്നാണ് അവൻ. ആ പ്ലസ് അൻ, അവൻ. കട അധികം കോൽ, കടകോൽ എന്നേ പറയുള്ളൂ. കടയാനുള്ള കോൽ. ദൃഢം പ്ലസ് ആയ ആണ്. ദൃഢം പ്ലസ് ആയ. യെസ്. അപ്പൊ ഇവിടെ എരി അധികം തീ, എരുതി ആയിരുന്നു ആൻസർ. ഇങ്ങനെ ഏറ്റവും റെയറായ 20 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. 10th മെയിൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം 20 ചോദ്യങ്ങൾ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിച്ചു. ഇതുപോലെ മെയിൻസിന് വരാൻ ചാൻസ് ഉള്ള കുറച്ചുകൂടി വ്യത്യസ്തമായ ചോദ്യങ്ങളുമായി വീണ്ടും ഒരു സൈലം PSC യൂട്യൂബ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.